പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ലൂക്കാസ് സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 48-ാമത്തെ വചനം പറയുന്നു, സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. പരിശുദ്ധ കന്യകാമറിയത്തെക്കുറിച്ചാണ് പറയുന്നത്. സകല തലമുറകളും ഭാഗ്യവതി എന്ന് എന്നെ പ്രകീർത്തിക്കും. പരിശുദ്ധ കന്യകാമറിയത്തെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കുന്നതിൻ്റെ കാരണം, പരിശുദ്ധ അമ്മ ലോകരക്ഷകനായ ദൈവം തന്നെയായ യേശുക്രിസ്തുവിൻ്റെ അമ്മയായിരുന്നു. പരിശുദ്ധ അമ്മയുടെ മഹത്വവും മഹനീയതയുടെ എല്ലാം പ്രധാനപ്പെട്ട കാണുന്നതാണ് യേശുവിൻ്റെ അമ്മയാണ് പരിശുദ്ധ മറിയം. ഈ പരിശുദ്ധ കന്യകാമറിയം എലിസബത്തിനെ സന്ദർശിക്കുന്ന ഒരു ഭാഗം ലൂക്കാസ് സുവിശേഷത്തിൽ പറയുന്നുണ്ട്. മറിയം എലിസബത്തിനെ സന്ദർശിച്ച് അഭിവാദനം ചെയ്തു. അഭിവാദന സ്വരം കേട്ടപ്പോൾ എലിസബത്തും ഉദരത്തിലുള്ള ശിശുവും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ഉദരത്തിലുള്ള ശിശു പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ആനന്ദത്താൽ സന്തോഷത്താൽ കുതിച്ചാടി. ആത്മാവിൽ നിറഞ്ഞ എലിസബത്ത് പറയുകയാണ്, എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ വരുവാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ വരാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? അപ്പോൾ എലിസബത്ത് തിരിച്ചറിയുകയാണ്, പരിശുദ്ധാത്മാവ് ശക്തമായ ഒരു വെളിപാട് കൊടുക്കുകയാണ്. ഈ മുൻപിൽ നിൽക്കുന്ന മറിയം ദൈവപുത്രനായ യേശുവിൻ്റെ അമ്മയാണ്, എൻ്റെ കർത്താവിൻ്റെ അമ്മയാണ്. അപ്പോൾ എലിസബത്തിലൂടെ പരിശുദ്ധാത്മാവ് സ്വർഗത്തിൻ്റെ വലിയൊരു വെളിപ്പെടുത്തൽ നൽകുകയാണ്. ആ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോഴാണ് എലിസബത്തിന് ഈ വലിയ രഹസ്യം വെളിപ്പെടുത്തി കിട്ടുന്നത്. ആ പരിശുദ്ധ കന്യകാമറിയത്തെക്കുറിച്ച് ആഴമായ ബോധ്യങ്ങൾ, വെളിപ്പെടുത്തലുകൾ നമുക്ക് ലഭിക്കണമെങ്കിൽ ശരിക്കും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ പ്രവർത്തിക്കണം. പരിശുദ്ധ ദൈവമാതാവ് ലോകത്തിൽ അനേക സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ് ഫാത്തിമ, ലൂർദ്, ഗ്വാഡലുപ്പെ, മെഡ്ജുഗോറി. പരിശുദ്ധ മാതാവ് ഈ സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളത് സത്യമാണോ? അത് നമുക്ക് വിശ്വസിക്കാനാവുമോ? 100% നമുക്കത് വിശ്വസിക്കാൻ സാധിക്കും. പരിശുദ്ധ അമ്മ എവിടെയൊക്കെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടോ അവിടെയെല്ലാം പിന്നീട് വലിയ ദൈവിക അടയാളങ്ങളും അത്ഭുതങ്ങളും മാനസാന്തരങ്ങളും രോഗശാന്തികളും സംഭവിച്ചിട്ടുണ്ട്. പരിശുദ്ധ മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലങ്ങൾ ഉൾക്കൊള്ളുന്ന രാജ്യങ്ങളിൽ വലിയ ദൈവിക ഇടപെടലുണ്ടായിട്ടുണ്ട്. അനേക ലക്ഷം ജനങ്ങൾ കർത്താവിലേക്ക്, യേശുവിലേക്ക്, സഭയിലേക്ക്, മറിയത്തിലുള്ള വിശ്വാസത്തിലേക്ക് വന്നിട്ടുണ്ട്. അത് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷപ്പെടലിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ലോക ജനതയുടെ മാനസാന്തരമാണ്. എല്ലാവരും ക്രിസ്തുവിലേക്ക് വരിക, മാനസാന്തരപ്പെടുക, വിശുദ്ധ ജീവൻ നയിക്കുക. ഈ വലിയൊരു സന്ദേശമാണ് പരിശുദ്ധ മറിയത്തിലൂടെ എല്ലാ സ്ഥലങ്ങളിലൂടെയും നമുക്ക് ലഭിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ലൂർദ് എന്ന സ്ഥലത്ത് പരിശുദ്ധ മാതാവ് പലതവണ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഈ പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം ഞാൻ പോയിട്ടുണ്ട്, അവിടെ താമസിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് മെഡ്ജുഗോറി എന്ന സ്ഥലത്ത് 2019 മാർച്ച് മാസത്തിൽ ഒരാഴ്ച കാലം ഞാൻ അവിടെ ഉണ്ടായിരുന്നു, പ്രാർത്ഥനയുമൊക്കെ ആയിട്ട്. ഇത് വലിയ അനുഗ്രഹത്തിൻ്റെ, വലിയ അഭിഷേകത്തിൻ്റെ ദിവസങ്ങളായിരുന്നു. അപ്പം ലൂർദിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം എത്ര വലിയ രോഗശാന്തികൾ, അടയാളങ്ങൾ ഇവിടെ സംഭവിച്ചു. ദൈവത്തെ എതിർത്തിരുന്ന നിരീശ്വരവാദികളായ ഡോക്ടേഴ്സ് പോലും അവിടെ നടക്കുന്ന അത്ഭുത രോഗശാന്തികൾ കണ്ടു ബോധ്യപ്പെട്ടവർ വിശ്വാസത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ഇതൊക്കെ ആർക്കും നിഷേധിക്കാനാവാത്ത ചരിത്ര സത്യങ്ങളും യാഥാർത്ഥ്യങ്ങളുമാണ്. ഹല്ലേലൂയ. പരിശുദ്ധ അമ്മ
അനേക സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നത് എന്തിനു വേണ്ടിയാണ്? അല്ലെ, പരിശുദ്ധ അമ്മയുടെ രൂപങ്ങളിൽ നിന്ന് കണ്ണുനീരൊഴുകുന്നു. എന്താണ് ഇതിൻ്റെ കാരണം? മാനവരാശി വളരെയധികം പാപത്തിലൂടെ, മ്ലേച്ഛതയിലൂടെ ജീവിച്ച് ദൈവത്തിൽ നിന്ന് അകലുന്നു, ദൈവത്തെ ഉപേക്ഷിക്കുന്നു. നിരീശ്വരവാദത്തിലേക്കും ജഡത്തിൻ്റെയും ലോക സുഖമോഹങ്ങളുടെയും പിന്നാലെ മനുഷ്യൻ പരക്കം പായുന്നു. യുദ്ധങ്ങളും കെടുതികളും രോഗമാസകലം മാരക രോഗങ്ങളും മഹാമാരികളും വെട്ടിയാടപ്പെടുന്നു. ഇതിൽ നിന്ന് ഒരു മോചനത്തിന് ഒറ്റ വഴിയേ ഉള്ളൂ: ദൈവത്തിലേക്ക് മടങ്ങുക, ദൈവത്തെ തേടുക, ദൈവത്തെ സ്വന്തമാക്കുക. ഹല്ലേലൂയ. പരിശുദ്ധ കന്യകാമാതാവ് ഈ സ്ഥലങ്ങളിലൊക്കെ പ്രത്യക്ഷപ്പെട്ടുവെന്നുള്ളത് 100% സത്യമാണ്. ആര് എതിർത്താലും നിഷേധിച്ചാലും ഇത് പൂർണ്ണമായും ശരിയാണ്. ഹല്ലേലൂയ. 1981 മുതൽ 2021 ആകുമ്പോൾ ഏകദേശം 40 വർഷക്കാലമായിട്ട് ബോസ്നിയ എന്ന രാജ്യത്തുള്ള ഒരു സ്ഥലമാണ് മെജുഗോറി. അവിടെ പരിശുദ്ധ മറിയം പ്രത്യക്ഷപ്പെടുന്നു. 1981 ജൂൺ 24 6 കുട്ടികൾക്ക് പരിശുദ്ധ മാതാവ് പ്രത്യക്ഷപ്പെട്ടത്. അന്ന് ആ കുട്ടികളോട് പരിശുദ്ധ അമ്മ പറഞ്ഞു, ഞാൻ അമലോത്ഭവയാണെന്നാണ് പറഞ്ഞത്. പിന്നീട് പറഞ്ഞു, ഞാൻ സമാധാനത്തിൻ്റെ രാജ്ഞിയാണ്, ക്യൂൻ ഓഫ് പീസ്, സമാധാനത്തിൻ്റെ രാജ്ഞിയാണ് ഞാൻ. ലോകം മുഴുവൻ സമാധാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനാണ് പരിശുദ്ധ മറിയം പറയുന്നത്. അവിടെ പരിശുദ്ധ അമ്മ മെജുഗോറിയിൽ പ്രത്യക്ഷപ്പെട്ട ആ കുട്ടികളൊക്കെ ഇപ്പോൾ പ്രായമായി, അവരെല്ലാവരും ഇപ്പോഴും ഉണ്ട്. അവരുടെ പേര് ഞാനെന്ന് പറയുന്നു: വിക്ക ഐവാൻകോവിക്, മരീജ പാവ്ലോവിക്, ജാക്കോവ് കോളോ, ഐവാങ്ക ഇവാൻകോവിക്, മിർജാന ഡ്രാജിസിവിക്, ഐവാൻ ഡ്രാജിസിവിക്. അന്ന് ഇവരൊക്കെ കുട്ടികളായിരുന്നു. ഇവരൊക്കെ വർഷങ്ങൾ പിന്നിട്ടു വലിയവരായി. ഇന്നും പരിശുദ്ധ ദൈവമാതാവിൻ്റെ ദർശനങ്ങൾ, അപ്രീഷൻസ് അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. തിരിച്ചും മിർജാനയ്ക്കും വിക്കായിക്കുമൊക്കെ ശക്തമായ സ്വർഗീയ സന്ദേശങ്ങൾ പരിശുദ്ധ അമ്മ നൽകുന്നുണ്ട്. 5 വർഷങ്ങൾക്ക് അപ്പുറം ഞാൻ ഈ മെജുഗോറിയിൽ ഒരു പ്രാവശ്യം പോയിരുന്നു. അവിടെ പോകുവാനും പ്രാർത്ഥിക്കാനൊക്കെയുള്ള വലിയൊരു ഭാഗ്യം ലഭിച്ചു. 2019 മാർച്ച് മാസത്തിൽ ഒരാഴ്ച കാലം അവിടെ മെജുഗോറിയിൽ പ്രാർത്ഥനയിലായിരിക്കുവാനായിട്ട് എനിക്ക് സാധിച്ചു. അവിടെ സെയിൻറ്റ് ജെയിംസ് ചർച്ച്, ബോസ്നിയ എന്ന രാജ്യം സോവിയറ്റ് യൂണിയൻ്റെ ആധിപത്യത്തിലുള്ള രാജ്യമായിരുന്നു. സോവിയറ്റ് യൂണിയൻ പണ്ട് കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന് കീഴിലായിരുന്നു. അന്ന് ബോസ്നിയ ഒക്കെ വളരെ ദരിദ്ര രാജ്യമാണ്, ഒത്തിരി പാവപ്പെട്ടവർ നിറഞ്ഞ രാജ്യമാണ്. എന്നൊരു തീർത്ഥാടന കേന്ദ്രമാണ്. അത് പരിശുദ്ധ കന്യകാമാതാവ് മെജുഗോറിയിൽ അനേക തവണ ഇവർക്ക് പ്രത്യക്ഷപ്പെട്ടിരുന്നു. അത് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് ഇവരോട് സംസാരിച്ച കാര്യങ്ങൾ, ഇവർക്ക് വെളിപ്പെടുത്തിയ കാര്യങ്ങൾ, അവയെക്കുറിച്ച് ഞാൻ പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ആദ്യ സ്ഥലമാണ് പെരീഷൻ ഹിൽ. പരിശുദ്ധ മാതാവിൻ്റെ ഒരു പ്രത്യക്ഷീകരണമുണ്ട്. അവിടെ വെച്ചാണ് ആദ്യം കുട്ടികൾ പരിശുദ്ധ അമ്മയെ കാണുന്നത്. അത് സെയിൻറ്റ് ജെയിംസ് ചർച്ചിൻ്റെ അവിടെ നിന്ന് കുറേ നടക്കുവാനുണ്ട്. കൂർത്തുമൂർത്ത കല്ലുകൾ നിറഞ്ഞ ആ സ്ഥലത്തൂടെ നടന്ന് ആ മലയിലെത്തി പരിശുദ്ധ മാതാവിൻ്റെ സ്റ്റാച്യു ഉണ്ട്. അവിടെ മാതാവ് അവിടെ പ്രത്യക്ഷപ്പെട്ട അതേ ആ രൂപത്തിലുള്ള മാതാവിൻ്റെ സ്റ്റാച്യു. അവിടെ ഓരോ ദിവസവും അനേകായിരങ്ങൾ വന്ന് പരിശുദ്ധ മാതാവിൻ്റെ മധ്യസ്ഥയിൽ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ഓർക്കുന്നു, ഞാനവിടെ ഇന്നും എൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്നൊരു ദൃശ്യം. അവിടെ ചെന്ന് മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ
അതിശക്തമായ ഒരു പരിശുദ്ധ മാതാവിൻ്റെ ദർശനം എനിക്കുണ്ടായി. സൂര്യനെ വെല്ലുന്ന പ്രകാശത്തിൽ നിൽക്കുന്ന പരിശുദ്ധ അമ്മയുടെ കണ്ടഞ്ചിക്കുന്ന ഒരു രൂപം എനിക്കന്ന് കാണുവാനായിട്ട് സാധിച്ചു. അത് വലിയൊരു അനുഭവമായിരുന്നു. അന്ന് കുരിശിൻ്റെ വഴിയൊക്കെ ചൊല്ലി ആ മലയിൽ ചെന്ന് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചിട്ട് തിരിച്ചിറങ്ങി വരുമ്പോൾ എനിക്കൊരു ശക്തമായ സൗഖ്യമുണ്ടായി. എൻ്റെ കാലുകൾക്ക് വേദനയായിരുന്നു. അത്ഭുതമായിട്ട് തിരിച്ചു വരുമ്പോൾ ആ വേദന മാറ്റപ്പെട്ടിരുന്നു. പരിശുദ്ധ അമ്മയുടെ അതിശക്തമായ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഈ സ്ഥലങ്ങൾ, അവിടെയൊക്കെ പരിശുദ്ധ അമ്മ നൽകുന്ന ശക്തമായ സന്ദേശങ്ങൾ, അതിൽ പ്രധാനപ്പെട്ടത് ഒന്ന്, മാനസാന്തരപ്പെടുക, പാപകരമായ ജീവിതം ഉപേക്ഷിച്ച് യേശുവിനെ നിങ്ങൾ സ്വന്തമാക്കുക, ദൈവത്തിലേക്ക് മടങ്ങി വരിക. അടുത്ത പ്രധാനപ്പെട്ട സന്ദേശം എന്ന് പറയുന്നത് കുമ്പസാരം എന്ന കൂദാശയെക്കുറിച്ചാണ്. നിങ്ങൾ അടുക്കലടുക്കല് കുമ്പസാരിക്കണം, കൂദാശ ജീവിതത്തിലേക്ക് മടങ്ങി വരണം. കുമ്പസാരം എന്ന കൂദാശയുടെ കിട്ടുന്ന വിടുതൽ, രക്ഷ, അതേക്കുറിച്ച് വ്യക്തമായിട്ട് പരിശുദ്ധ അമ്മ ഈ കുട്ടികൾക്ക് അന്ന് മെജുഗോറിയിൽ വെളിപ്പെടുത്തി കൊടുത്തു. മെജുഗോറിയിൽ സെൻറ്റ് ജെയിംസ് ചർച്ചിൽ ഞാനുണ്ടായിരുന്ന ദിവസങ്ങളിൽ ഞാൻ വ്യക്തമായിട്ട് കണ്ടതായ കാഴ്ചകൾ, അവിടെ എല്ലാ ദിവസവും ആരാധനയുണ്ട്. അതുമാത്രമല്ല, ദേവാലയത്തിന് പുറഭാഗത്ത് വലിയ ഒരു ഗ്രൗണ്ടുണ്ട്, പ്രത്യേകമായിട്ടുള്ള ഇരിപ്പിടങ്ങളുണ്ട്. അതുകൂടാതെ എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ ആഘോഷമായ വിശുദ്ധ കുർബാന, വചനപ്രഘോഷണം, ആരാധന എല്ലാം ഉണ്ട്. അതുമാത്രമല്ല, എല്ലാ ദിവസവും നൂറുകണക്കിന് വൈദികര അവിടെ കുമ്പസാരിപ്പിക്കുവാനായിട്ട് കാത്തിരിക്കുന്നത്. നമ്മളെ വ്യത്യസ്തമായ ഭാഷകളിൽ കുമ്പസാരിപ്പിക്കുവാനായിട്ട് വൈദികർ അനേകരവിടെയുണ്ട്, കുമ്പസാരം കേൾക്കുവാനായിട്ട്. മെജുഗോറിയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് മാനസാന്തരപ്പെടുക. കുമ്പസാരം എന്ന കൂദാശയിലൂടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പാപത്തിന് പൂർണ്ണമായ മോചനം നേടിക്കൊണ്ട് കർത്താവിന് വേണ്ടി ജീവിക്കുക. ഇത് വലിയൊരു സന്ദേശമാണ്. പരിശുദ്ധ അമ്മ മാനവരാശിക്ക് നൽകുന്ന വലിയൊരു സന്ദേശമാണ്. മെജുഗോറിയിൽ നിന്ന് അടുക്കലടുക്കൽ കുമ്പസാരിക്കുക, പാപമോചനം പ്രാപിക്കുക, വിശുദ്ധ ജീവൻ നയിക്കുക. അടുത്ത സന്ദേശം ഇതാണ്: പരിഹാര പ്രവൃത്തികൾ, പ്രായശ്ചിത്ത പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി, ലോക സമാധാനത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. പാപികളുടെ വിടുതലിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. തീരുന്നില്ല. പരിശുദ്ധ അമ്മ പ്രത്യേകമായിട്ട് പറയുന്നു, ബുധൻ ശനി ദിവസങ്ങളിൽ നിങ്ങൾ ഉപവാസമെടുത്ത് ലോകത്തിന് മുഴുവൻ വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. കത്തോലിക്ക സഭയ്ക്ക് വേണ്ടി, വൈദികർക്ക് വേണ്ടി, സന്യസ്തർക്ക് വേണ്ടി നിരന്തരമായിട്ട് പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുവാനാണ് പരിശുദ്ധ അമ്മ നമ്മോട് ആവശ്യപ്പെടുന്നത്. പ്രത്യേകിച്ച് വൈദികർക്കൊക്കെ വേണ്ടി ധാരാളമായിട്ട് പ്രാർത്ഥിക്കണം. അവിടെ പിശാച് സഭയെ തകർക്കുവാൻ, വൈദികരുടെ വിശുദ്ധ ജീവിതത്തെ തകർക്കുവാൻ അലറുന്ന സിംഹത്തെ പോലെ പാഞ്ഞു നടക്കുകയാണ്. വിശ്വാസിയുടെ ഹൃദയത്തിൽ നിന്ന് വിശ്വാസം എടുത്തു കളയുവാൻ പിശാച് അലറിപ്പാഞ്ഞു നടക്കുന്നുണ്ടെന്നുള്ള സത്യത്തെ നമ്മൾ ഓർത്തിരിക്കുക. നാരകീയ സർപ്പത്തിൻ്റെ തലയെ തകർത്ത പരിശുദ്ധ മറിയം മെജുഗോറിയിൽ അനേക തവണ പ്രത്യക്ഷപ്പെട്ടു, ശക്തമായ ദൈവിക വെളിപ്പെടുത്തൽ നൽകി. ഇത് 100% സത്യമാണ്. ഒരാഴ്ചക്കാലം അവിടെ ഞാൻ ഉണ്ടായിരുന്നപ്പോൾ ഒത്തിരി പ്രാർത്ഥിക്കാൻ അവസരം കിട്ടി. അത് വലിയൊരു ദൈവാനുഭവമായിരുന്നു. ഇനി അവിടെയുള്ള മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥലമാണ് ക്രോസ് മൗണ്ടൻ. അത് വലിയൊരു മലയാണ്, കിലോമീറ്ററുകൾ കുത്തനെയുള്ള മല. അത് ഏകദേശം 2-2.5 മണിക്കൂർ എടുക്കും നടന്ന മലയുടെ മുകളിൽ എത്തുവാൻ. ഞാനവിടെ പോയിരുന്നു. കുരിശിൻ്റെ വഴിയൊക്കെ ചൊല്ലി നടന്ന് പ്രാർത്ഥിച്ച് ത്യാഗമെടുത്ത് ആ മലയിൽ ചെന്ന് പ്രാർത്ഥിക്കുക. അവിടെയും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷപ്പെടലുകൾ ഉണ്ടായ സ്ഥലമാണ്. ആകമാനം ഈ മെജുഗോറി എന്ന സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ തന്നെ
നമുക്ക് അതിശക്തമായ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ സാധിക്കും. ആ സെൻറ്റ് ജെയിംസ് ചർച്ചിൽ ഇരിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ ആ സ്നേഹത്തിൻ്റെ, മാതൃത്വത്തിൻ്റെ ആ ഒരു അനുഭവത്തിലേക്ക് ഓരോ വ്യക്തിക്കും കടന്നു വരാൻ കഴിയുന്നുണ്ട്. അത്രമാത്രം പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം മെജുഗോറിയിലുണ്ട്. പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട മെജുഗോറിയിൽ, ഗാഡലൂപ്പെ, അത് മെക്സിക്കോയിലാണ്, ഗാഡലൂപ്പയിൽ, ഫാത്തിമയിൽ, ലൂർദിൽ, എല്ലായിടത്തും പരിശുദ്ധ അമ്മയുടെ ആ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുകയാണ്. മാനവരാശിയുടെ തെറ്റായ യാത്രയെ ഓർത്ത്, പാപകരമായ ജീവിതത്തെ ഓർത്ത് രക്ത കണ്ണുനീരൊഴുക്കുന്ന പരിശുദ്ധ കന്യകാമറിയം. ഈ അമ്മ നമ്മോട് ആവശ്യപ്പെടുന്നത് ഇതാണ്: മടങ്ങി വരിക, പാപജീവിതം ഉപേക്ഷിച്ച് മടങ്ങി വരിക. എൻ്റെ പുത്രനെ നിങ്ങൾ ഹൃദയത്തിൽ സ്വീകരിക്കുക. യേശു പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സമാധാനം നൽകുന്നു. എൻ്റെ സമാധാനം ലോകം തരുന്ന പോലെ അല്ല, യേശു നൽകുന്ന സമാധാനം. അതാണ് പരിശുദ്ധ മറിയം മെജുഗോറിയിലെ കുട്ടികളോട് പറഞ്ഞത്. ഇതാണ്, ഞാൻ സമാധാനത്തിൻ്റെ രാജ്ഞിയാണ്. ഹൃദയങ്ങളിൽ സമാധാനം നിറയണമെങ്കിൽ യേശു ഹൃദയത്തിലേക്ക് വരണം. നമ്മുടെ കാവലാളായി, നമ്മുടെ സംരക്ഷകയായി പരിശുദ്ധ അമ്മ നമ്മുടെ കൂടെ ഉണ്ടാവണം, നമ്മുടെ ഭവനത്തിൽ ഉണ്ടാവണം. വെളിപാട് 12:1, സൂര്യനെ ഉടയാടിയാക്കിയ ഒരു സ്ത്രീ, ശിരസ്സിനു മുകളിൽ 12 നക്ഷത്രങ്ങൾ, പാദങ്ങൾക്കടിയിൽ ചന്ദ്രൻ. സൂര്യനെ ഉടയാടിയാക്കിയ സ്ത്രീ ദൈവപുത്രനെ ഉദരത്തിൽ വഹിച്ച് ഈ ലോകത്തിന് നൽകിയ പരിശുദ്ധ കന്യകാമറിയം. ഈ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഓരോ പ്രത്യക്ഷപ്പെടലും മാനവരാശിക്ക് വേണ്ടി ദൈവം നൽകുന്ന വ്യക്തമായ സന്ദേശങ്ങളാണ്. ഇനി മെജുഗോറിയുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാഴ്ച എന്ന് പറയുന്നത് ബ്രോൺസ് സ്റ്റാച്യു ഓഫ് ദ റിസൺ ക്രൈസ്റ്റ്. യേശുവിൻ്റെ ഒരു വെങ്കല കുരിശുരൂപം. ആ കുരിശുരൂപത്തിൻ്റെ ചുവട്ടിൽ വന്ന് എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. ആ കുരിശുരൂപത്തിന് പ്രത്യേകതയുണ്ട്. ആ കുരിശുരൂപത്തിൻ്റെ വലത് കാൽമുട്ടിൻ്റെ താഴെഭാഗത്തായിട്ട് എപ്പോഴും ഇങ്ങനെ വെള്ളമൊഴുകിക്കൊണ്ടിരിക്കുക. ഓരോത്തിൽ വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. വിശ്വാസികൾ വന്ന് തൊട്ട് ഒപ്പിയെടുക്കുന്നു. ആ വെള്ളത്തിലൂടെ അത്ഭുത രോഗശാന്തികൾ നടക്കുന്നുണ്ട്. വലിയ വിശ്വാസത്തോടെ ആളുകൾ പ്രാർത്ഥിക്കുന്നു. ആ മെജുഗോറി എന്ന സ്ഥലം തന്നെ ശരിക്കും ദൈവത്തിൻ്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്നൊരു സ്ഥലം. ലോകരാജ്യങ്ങളിൽ നിന്ന് ജനലക്ഷങ്ങൾ ഓരോ വർഷവും വന്ന് അവിടെ പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിച്ച് കടന്നുപോവുകയാണ്. ഇന്ന് അവിടെ മിർജാനായിക്കും മിഖായിക്കും ശക്തമായിട്ട് പരിശുദ്ധ മാതാവിൻ്റെ ദർശനങ്ങൾ ലഭിക്കുന്നുണ്ട്. അവരുടെ ശക്തമായ സ്വർഗത്തിൻ്റെ സന്ദേശങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. സെൻറ്റ് ജെയിംസ് ചർച്ചിൽ ഫാദർ സ്ലാവുക്കോ ബാർബറിക് വൈദികനായിരിക്കുന്ന കാലഘട്ടത്തിലാണ് പരിശുദ്ധ മാതാവിൻ്റെ പ്രത്യക്ഷപ്പെടലുണ്ടായത്. ആ വിശുദ്ധനായ വൈദികൻ മരിച്ചു. അദ്ദേഹത്തെ അവിടുത്തെ ജനങ്ങളൊരു വിശുദ്ധനായിട്ടാണ് കരുതുന്നത്. പരിശുദ്ധ കന്യകാമറിയം മെജുഗോറിയിൽ പ്രത്യക്ഷപ്പെട്ടു. അത് 100% സത്യമാണ്. പരിശുദ്ധ മാതാവിൻ്റെ പ്രത്യക്ഷീകരണങ്ങൾ ഹൃദയത്തിൽ വിശ്വസിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ശക്തിപ്പെടുത്തണം. സ്വർഗാരോപണം ചെയ്ത സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട പരിശുദ്ധ മറിയത്തിന് മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രത്യക്ഷപ്പെടുവാൻ, സന്ദേശങ്ങൾ നൽകുവാൻ സാധിക്കുമെന്നുള്ള ആ സത്യം നമ്മൾ തിരിച്ചറിയാം. നമുക്ക് പരിശുദ്ധ മാതാവിലൂടെ ലഭിച്ചതായിട്ടുള്ള ആ സന്ദേശങ്ങളെ ഹൃദയത്തിൽ വിശ്വസിക്കാം. സമാധാനത്തിൻ്റെ രാജ്ഞിയായി മെജുഗോറിയിൽ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയോട് പ്രത്യേകം പ്രാർത്ഥിക്കാം. മെജുഗോറിയെക്കുറിച്ച് കൂടുതൽ അറിയുവാനായിട്ട് ആഗ്രഹിക്കുക, പ്രാർത്ഥിക്കുക. ഒരിക്കലെങ്കിലും
ആ സ്ഥലത്ത് പോയി മാതാവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാനും പ്രാർത്ഥിക്കാനൊക്കെ നിങ്ങൾക്കൊക്കെ സാധിക്കട്ടെ. പരിശുദ്ധ ദൈവമാതാവിനെ നമുക്ക് കൂടുതൽ സ്നേഹിക്കാം. കാനായിലെ വീട്ടിൽ അമ്മയുടെ സാന്നിധ്യമുണ്ടായിരുന്നു. അമ്മ സഹായിക്കാനുണ്ടായിരുന്നു. നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുവാൻ പരിശുദ്ധ അമ്മയുണ്ട്. ആ നല്ല അമ്മയുടെ കരങ്ങളിൽ പിടിച്ച് നമുക്ക് വിശുദ്ധമായ ഒരു ജീവൻ നയിക്കാം. പരിഹാരവും പ്രായശ്ചിത്തമൊക്കെ ചെയ്ത് ഉപവാസമൊക്കെ എടുത്ത് ലോകത്തിൻ്റെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദേവമാതാവ് നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ അമ്മ തരുന്ന വലിയൊരു സന്ദേശം കൂടി പങ്കുവയ്ക്കുന്നു. മാതാവ് എവിടെയൊക്കെ പ്രത്യക്ഷപ്പെട്ടോ അവിടെയൊക്കെ പറയുന്നു, നിങ്ങൾ കൂടുതൽ ജപമാലകൾ ചൊല്ലി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. ജപമാലയിൽ യേശുവിൻ്റെ രക്ഷാകര ജീവിതത്തിൻ്റെ ചരിത്രമാണ് നമ്മൾ ധ്യാനിക്കുന്നത്. അപ്പം നിരന്തരമായിട്ട് നമുക്ക് ജപമാലയൊക്കെ അർപ്പിച്ച് ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി, മരിച്ചവർക്ക് വേണ്ടി, ലോകസമാധാനത്തിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാം. നിങ്ങളെല്ലാവരെയും പരിശുദ്ധ മാതാവിൻ്റെ വിമല ഹൃദയത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും പരിശുദ്ധ അമ്മ അനുഗ്രഹിക്കട്ടെ. യേശു നൽകുന്ന സന്തോഷവും സമാധാനവും രക്ഷയും നമുക്ക് അനുഭവിക്കാം. കർത്താവ് നിങ്ങളോടെന്നും കരുണ കാണിക്കട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്.